പകൽ സമയം കൃഷിയിടങ്ങളിലെ കുറ്റിക്കാടുകളിൽ ഓടിച്ചിട്ട് പുറത്തു കൊണ്ടുവന്ന് മിലിറ്ററി ഓപ്പറേഷൻ ദൗത്യത്തിലൂടെ വെടിവെച്ച് കീഴ്പ്പെടുത്തുകയാണ് കർഷക രക്ഷാസേന. 1 ഡസനിലധികം കാട്ടുപന്നികളെയാണ് ഇവർ കൊന്നൊടുക്കിയത്. ഇവരുടെ അതിസാഹസിക പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലും നടന്നത്. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളുടെ അന്തകരായ കർഷക രക്ഷാസേന മലപ്പട്ടം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം മൂലം പൊറുതിമുട്ടിയ മലയോര കർഷകരുടെ രക്ഷകനായി എത്തുകയാണ് കർഷക രക്ഷാസേന. തളിപ്പറമ്പ് താലൂക്കിലെ ലൈസൻസുള്ള തോക്കുടമകളുടെ കൂട്ടായ്മയാണിത്. നിയമാനുസൃതമായ എല്ലാ അനുമതിയും നേടിയാണ് കൃഷിവിളകളുടെ അന്തകരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഇവർ ഇറങ്ങിയത്. മലപ്പട്ടം പഞ്ചായത്തിലെ കാട്ടുപന്നികളെ തേടിയുള്ള സാഹസിക ഓപ്പറേഷനിലായിരുന്നു ഇന്നലെ ഇവർ. തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ, നടുവിൽ പഞ്ചായത്ത് അധികാരികൾ എന്നിവരുടെ നിർദ്ദേശത്തിലാണ് ഈ സേനയുടെ പ്രവർത്തനം. കാട്ടുപന്നികളുടെ ശല്യത്തിൽ നിന്ന് പിറകോട്ട് പോയ മലയോരത്തെ കർഷകരെ തിരിച്ചു കൊണ്ടുവരിക, ടാപ്പിംഗ് കർഷകർക്ക് നിർഭയം സഞ്ചരിക്കാൻ സാഹചര്യമൊരുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഈ സേനയുടെ പ്രസിഡന്റ് തോമസ് മേപ്രക്കാവിലും സെക്രട്ടറി ബെന്നി മൂട്ടത്തിലുമാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് 17 അംഗ സേന പ്രവർത്തിക്കുന്നത്. ഈ സേനാംഗങ്ങളെല്ലാം മികച്ച കർഷകരാണ്. ഏറെക്കാലത്തെ നിയമ പോരാട്ടത്തിലാണ് ഇവർ തോക്ക് ലൈസൻസ് സ്വന്തമാക്കിയത്. വന്യമൃഗ സംരക്ഷണ നിയമത്തിലുള്ള ക്ലാസുകളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മിലിറ്ററി ഓപ്പറേഷൻ പോലെ ഓരോ ദൗത്യവും മണിക്കൂറുകൾ എടുക്കും. തോക്ക് ലൈസൻസ് മാത്രമുണ്ടായാൽ പന്നികളെ പിടികൂടാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ ഗോവയിലുള്ള യാ ഷൂട്ടിംഗ് അക്കാദമിയിൽ നിന്നും വിദഗ്ധ പരിശീലനവും ഇവർ സ്വന്തം ചിലവിൽ നേടിയിട്ടുണ്ട്. പാലക്കാട്ടു നിന്നും കൊണ്ടുവന്ന നായകളെ പ്രത്യേക പരിശീലനം പൂർത്തിയാക്കിയാണ് പന്നിവേട്ടക്ക് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഉദയഗിരി, ആലക്കോട്, ചപ്പാരപ്പടവ്, നടുവിൽ, ചെങ്ങളായി, ഏരുവേശി, മാടായി, ചെറുതാഴം, ഏഴോം, മലപ്പട്ടം, മയ്യിൽ പഞ്ചായത്തുകളാണ് പ്രവർത്തന മേഖലകൾ. ഇവിടങ്ങളിലെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് കലക്ടർ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്കാണ് അധികാരം കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രതിഫലവുമില്ലാതെയാണ് ഈ സേനയുടെ പ്രവർത്തനം. തോക്കിന്റെ തിര പോലും സ്വന്തം കയ്യിൽ നിന്നുള്ള പണം കൊടുത്താണ് വാങ്ങിക്കുന്നത്. വെടിവെച്ചു കൊല്ലുന്ന പന്നികളെ കുഴിച്ചു മൂടുന്ന ചിലവ് മാത്രമേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ളൂ. അതത് പ്രദേശങ്ങളിൽ കാർഷിക മേഖലയിലെ പരാതികൾ കാട്ടുപന്നി ആക്രമണ മേഖലയിലെ പരാതിയായും കുന്നുകൂടുന്ന പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഈ കർഷക രക്ഷാസേനയുടെ സഹായം തേടാം. കാട്ടുപന്നികളെ കൊല്ലാൻ ഇവർ പറന്നെത്തും. ഏത് മലമുകളിലും മുള്ളൻകൊല്ലിക്കാട്ടിലും ഇവർ വെടിയുതിർക്കും. ഇവരുടെ പ്രവർത്തനവും സേവനവും ഉപയോഗപ്പെടുത്തുകയാണ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത്. മലപ്പട്ടം പഞ്ചായത്തിന്റെ കാർഷിക രംഗത്ത് കാർഷിക രക്ഷാസേനയുടെ പ്രവർത്തനം കാട്ടുപന്നികൾക്കെതിരെ മികച്ച പ്രതിരോധം തീർക്കുകയാണ് ഇവിടെ. കർഷക രക്ഷാസേനയിലൂടെ മലപ്പട്ടത്തെ കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കുകയാണ് മലപ്പട്ടം പഞ്ചായത്ത്. കാർഷിക മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകരുടെ കൃഷിക്കും ജീവനും സ്വത്തിനും വിനാശകരമായ കാട്ടുപന്നി ശല്യം മൂലം നാട്ടിലുള്ള കർഷകരുടെ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി സംരക്ഷണത്തിനായി തോക്ക് ലൈസൻസ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഈ കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം ഒഴിവാക്കി അവരെ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കർഷക രക്ഷാസേന എന്ന പേരിൽ തോക്ക് ലൈസൻസ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ സന്നദ്ധ പ്രവർത്തനമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കൂട്ടായ്മയാണ് ലൈസൻസ് ഉള്ള ഈ 17 പേരെ നടുവിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചേർന്ന് 2-3 ദിവസത്തെ ക്ലാസ് നൽകി വന്യമൃഗ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നൽകി ഈ കൂട്ടായ്മയെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്. ഈ കൂട്ടായ്മയ്ക്കിപ്പോൾ നടുവി പഞ്ചായത്തിലും മലപ്പട്ടം പഞ്ചായത്ത്, മയ്യിൽ പഞ്ചായത്ത്, മാടായി പഞ്ചായത്ത്, അതുപോലെ ഏരുവേശി പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, ഉദയഗിരി പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിൽ വന്യമൃഗ ശല്യം മൂലം കൃഷി നാശം സംഭവിക്കുന്ന ആൾക്കാർക്ക് രക്ഷകരായിട്ട് നമ്മൾ ഈ പഞ്ചായത്ത് അധികൃതർ വിളിക്കാറുണ്ട്. നമ്മൾ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, അത് പ്രതീക്ഷിക്കാതെ തന്നെ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം. ഇത്തരം കർഷക രക്ഷാ സേനകളെ വനം വകുപ്പ് ക്രമീകരിച്ചു കഴിഞ്ഞു. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പുകളാണ് ഇവരെ നാടുകളിലേക്ക് അയക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും.
മലപ്പട്ടത്ത് നിന്നും ക്യാമറമാൻ ഷിജു കോട്ടൂരിനൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താര വിഷൻ. ഗോപാലേട്ടാ, ആ. ഒരു ചായ. ചൂടായിട്ട് എന്തുകൊണ്ട്? ഞാനുണ്ട്, ബാ കൊള്ളാമല്ലോ. ചൂടായിട്ടൊന്നിങ്ങ് എടുത്തു തരാം. ചേട്ടാ, ചായ അടിക്കണ്ട കേട്ടോ. വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ഗോപാലൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും. ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ. അത് സത്യം. ആ അതാണ് ഈ ഗോപാലൻ ചേട്ടൻ്റെ കൈപ്പുണ്യം. ഇതേ കൈപ്പുണ്യൊന്നുമല്ല, കർഷകശ്രീ പാലിന്റെ ഗുണമാ. അത് ശരിയാ. കർഷകശ്രീ മിൽക്ക് വന്നതിന് ശേഷം നല്ല തിരക്കാം. ആണോ? ചുമ്മാതല്ല, കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ. എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത്. രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ, കർഷകശ്രീ മിൽക്ക്. ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ, നാടിന്റെ മുഖശ്രീ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ.